ദൈവജനമേ, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുജ്ഞകളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ആത്മാവിൻ്റെ ദാനങ്ങൾ ഗിഫ്റ്റ്സ്, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഫ്രൂട്ട്സ്. ഇവ രണ്ടും ഒരുമിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പൂർണ്ണമാക്കുന്നു. ദാനങ്ങൾ 1 കൊരിന്ത്യർ 12 നാം വായിക്കുന്നുണ്ട്. ഇത് ശുശ്രൂഷയ്ക്കായി ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേക കഴിവുകളാണ്. ജ്ഞാനത്തിൻ്റെ വചനം, രോഗശാന്തി, പ്രവചനം, ഭാഷാപരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ തിരുസഭയുടെ വളർച്ചയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ള ഉപകരണങ്ങളാണ്. എന്നാൽ ഫലങ്ങൾ ഫ്രൂട്ട്സ് ഗലാത്യ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നാം കാണുന്നു. ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ അടയാളങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മീയ നിയന്ത്രണം എന്നിവ. ഇവ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. ഈ സ്പിരിറ്റ്സ്, നമ്മൾ സമീപിക്കുന്നവരുടെ സ്പിരിറ്റ്സ്, അത് ഈവിളാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ ഗലാത്യ 5:22-23 വാക്യങ്ങൾ ആ വ്യക്തിയിൽ സ്ഥായിയായി നിലനിൽക്കുന്നോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാവും. ദാനങ്ങൾ ഒരുപക്ഷെ ഇല്ലാത്തവരുമുണ്ടാകാം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദാനങ്ങൾ ഉപയോഗിച്ച് നാം ദൈവത്തെ സേവിക്കുന്നു. ഫലങ്ങൾ കൊണ്ട് നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. ദാനങ്ങൾ അത്ഭുതകരമായി തോന്നാമെങ്കിലും സ്നേഹമെന്ന ഫലമാണ് ഏറ്റവും ഉദാത്തം, ഏറ്റവും വലുത് എന്ന് 1 കൊരിന്ത്യർ 13 നാം വായിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദാനങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുവാനും അതിലുപരി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നാം അനുനിമിഷം പരിശ്രമിക്കണം. ആത്മീയദാനങ്ങൾ നൽകുവാൻ ദൈവത്തോട് നാം അപേക്ഷിക്കണം. എന്നാൽ അതിനൊക്കെ ഏറെ, ഇതിനേക്കാളൊക്കെ ഏറ്റവും മഹത്വമായിട്ടുള്ളത് ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നാം നമ്മെ തന്നെ ശൂന്യവൽക്കരിച്ച് നമ്മുടെ ജീവിതം ദാനങ്ങളാലും ഫലങ്ങളാലും സമൃദ്ധമാക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.